ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡീവർക്ക് മീഡിയ. നമ്മൾ ഇന്ന് ഇവിടെ പ്രോഗ്രാമിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട്, കാരണം ഇത്ര ദിവസം നമ്മൾ പ്രോഗ്രാമിംഗ് ആയിരുന്നല്ലോ, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് എടുത്ത് അപ്പോൾ നമ്മളിന്ന് ഡിസൈൻ്റെ ഒരു ടൂളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വരുന്നത് വെച്ചാൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടാൽ മതി. അതിൽ ഞാൻ വെബ് ഡെവലപ്മെൻറ്റ് എന്താണെന്ന്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് വർക്ക് ആവുന്നത്. ഇനി നമുക്ക് ഈ ടൂളിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ടൂളിൻ്റെ പേരാണ് അഡോബ് XD. ഇത് അഡോബിൻ്റെ ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ ഒക്കെ പോലെ ഇത് വിൻഡോസിന് വേണ്ടിയിട്ട് ഇവർ റിലീസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഉബുണ്ടുവിൽ വർക്ക് ചെയ്യില്ല. ഇത് വിൻഡോസിലുണ്ട്, പിന്നെ മാക്കിലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇത് ഒന്നാമത് ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ പോലെയല്ല, ഇത് ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനായി ഈ സൈറ്റിൽ വന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് ഫോർ ഫ്രീ എന്ന് അടിച്ചാൽ മതി. പിന്നെ ഇത് വിൻഡോസ് 10 മാത്രം വർക്ക് ആവുള്ളൂ. അപ്പോൾ അതിൽ കുറഞ്ഞ ആരെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ വിൻഡോസ് 8 7 ഇത് വർക്ക് ചെയ്യില്ല. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ വിൻഡോസ് 10 ആയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളിൽ ക്രിയേറ്റേഴ്സ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോസിൻ്റെ ഒരു അപ്ഡേറ്റ് ഉണ്ട്, അത് ഉണ്ടാവില്ല. അത് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് വിൻഡോസിൻ്റെ ക്രിയേറ്റേഴ്സ് അപ്ഡേറ്റ് എന്നുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങൾ വിൻഡോസ് 10 ഒപ്പം മെർജ് ആവും. എന്നിട്ട് ആ ക്രിയേറ്റേഴ്സ് അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡോബ് XD റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലൗഡിൽ അക്കൗണ്ട് ഉണ്ടാക്കേണ്ടി വരും. അത് അഡോബിൻ്റെ ക്ലൗഡാണ്. അപ്പോൾ അതിലാണോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ, അതൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അവർ തന്നെ പറഞ്ഞു തരും എന്തൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു UI കിട്ടും. അപ്പോൾ ഇവിടെ കാണുന്നതൊക്കെ ഞാൻ പ്രീവിയസ്ലി ചെയ്തിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിലാണ് ഞാൻ മൊബൈൽ ഡിസൈനും വെബ് ഡിസൈനും പിന്നെ അത് മാത്രമല്ലാണ്ട് എൻ്റെ റെസ്യൂമും അടുക്കി ഇതിലാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ അത്രയും ഈസിയാണ് നമുക്ക് ഇതിൽ ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ ഇത് റിലീസ് ആവാൻ കഴിഞ്ഞ് കുറച്ച് വർഷം മുമ്പ് വരെ നമ്മളെല്ലാവരും ഫോട്ടോഷോപ്പും ഇല്ലസ്ട്രേറ്ററിലാണ് വെബ് ഡിസൈനും മൊബൈൽ ഡിസൈനും ഒക്കെ ചെയ്തത്. പക്ഷെ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അതപ്പോൾ അപ്പോൾ അതിൽ നമുക്ക് കുറേ ലെയർ ക്രിയേറ്റ് ചെയ്യണം. ആ ലെയർ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ ലെയർ സെലക്ട് ചെയ്തിട്ട് വേണം എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ടെക്സ്റ്റ് തന്നെ എഡിറ്റ് ചെയ്യണം, നമ്മൾ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് അതിന് മേലെ സെലക്ട് ചെയ്തിട്ട് അതൊക്കെ എഡിറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിൽ നമുക്ക് ഈ സാധനങ്ങൾ ഇതിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതുകൂടാതെ തന്നെ ഇതിൽ നമുക്ക് പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് നമ്മളെ സ്ലൈഡ് എങ്ങനെയായിരിക്കും അത് ആനിമേറ്റ് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ നമ്മൾ സാധാ ക്ലൗഡ് ഡോക്യുമെന്റ്സ്, ഷെയർഡ് വിത്ത് യു, മാനേജ് ലിങ്ക്സ്, ഡിലീറ്റഡ്, അതൊക്കെ അതിൻ്റെ ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ആണ്. നമുക്ക് സാധനങ്ങൾ ഷെയർ ചെയ്യാനും നമ്മളെ ക്ലൗഡിലുള്ള ഐറ്റംസും കാണിക്കാനും ഒക്കെ. പിന്നെ ഈ ആഡ് ഓൺസ് എന്ന് പറയുന്നത് നമ്മളെ പ്ലഗ്ഇൻ ആണ്. അപ്പോൾ നമുക്കിവിടെ ഇഷ്ടം പോലെ പ്ലഗ്ഇൻസും കാര്യങ്ങളും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അഡോബ് XD ഫ്രീ ആയിട്ട് കുറേ UI കിറ്റുകൾ തരുന്നുണ്ട്. അത് നമുക്ക് ഇതിൽ കൂടെ മേടിക്കാനും പറ്റും, നമുക്ക് ഫ്രീ ആയിട്ടുള്ളതും കിട്ടും ഇതിൽ കൂടെ. ഈ പ്ലഗ്ഇൻസിലൊക്കെ കുറേ ഇമേജസ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ആ ഇമേജസ് നിങ്ങൾക്ക് യൂസ് ചെയ്യുക, ഷേപ്സും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ. ഇനി നമുക്ക് ഹോമിലേക്ക് പോയാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ 3 ഓപ്ഷൻ ഉള്ളത്. ഒന്ന് ഫോണിൻ്റെ ഓപ്ഷൻ, ഒന്ന് ഐപാഡിൻ്റെയും, ഒന്ന് വെബിൻ്റെയും. പിന്നുള്ള ഓപ്ഷനാണ് കസ്റ്റം ഓപ്ഷൻ. അത് നമുക്ക് ഇഷ്ടമുള്ള വിഡ്ത്തും ഹൈറ്റും കൊടുത്തിട്ട് ആ രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ മൊബൈൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുറേ ലിസ്റ്റ് കിട്ടും, പല റെസൊല്യൂഷനിലുള്ള ഡിവൈസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ സെലക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ ടാബാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ടാബിൻ്റെ തന്നെ പല ഡിസൈൻ കിട്ടും. വെബ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പല റെസൊല്യൂഷൻ കിട്ടും. നമ്മളെപ്പം വെബ് ഡിസൈൻ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ 1366 അല്ലെങ്കിൽ 1920 ഇതിൽ ഏതിൽ ഒരെണ്ണത്തിലിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാറ്. ഇപ്പം നമ്മൾ ഡിസൈനിൻ്റെ ഫണ്ടമെന്റൽ കിടക്കുന്നില്ല. ഇപ്പം നമ്മൾ ഈ ടൂൾ എങ്ങനെ യൂസ് ചെയ്യാന്നാണ് പഠിക്കുക. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഏതിലൊരെണ്ണം സെലക്ട് ചെയ്താൽ മതി, ഏതായാലും പ്രശ്നമുള്ളതല്ല. ഇപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പോൾ ഒരു വെബ് സെലക്ട് ചെയ്യാം. വെബ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ആർട്ട് ബോർഡ് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ആർട്ട് ബോർഡ് എന്നാണ് പറയുക. അപ്പോൾ ഇത് നിങ്ങൾ കൺട്രോൾ അമർത്തി മൗസിൻ്റെ വീല് ഫ്രണ്ടിക്കും ബാക്കിക്കാക്കി നിങ്ങൾക്ക് സൂമിനും സൂം ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഈ കാണുന്നതാണ് ഈ ആർട്ട് ബോർഡിൻ്റെ പേര്. കാരണം ഇത് ചിലപ്പോൾ നമ്മളെ ഹോം സ്ക്രീൻ ആയിരിക്കും. പിന്നെ നമ്മൾ വേറൊരു ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്യും. അത് അബൌട്ട് പേജിന്, കോൺടാക്ട് പേജിന്, അങ്ങനെ പല ആർട്ട് ബോർഡ് ആയിരിക്കും. അത് നമുക്ക് ഇത് മൊത്തം ഫില്ലാവണ വരെ ഓരോ ആർട്ട് ബോർഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമുക്കാദ്യം ഇനി ലെഫ്റ്റ് സൈഡിലത്തെ സെക്ഷൻ നോക്കാം. എന്നിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് പതുക്കെ റൈറ്റ് സൈഡിലും വരാം എന്താ നടക്കുന്നത് വെച്ചാൽ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ഷേപ്പും കാര്യങ്ങളും കാണാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഈ മൗസാണ്. അപ്പോൾ മൗസ് എന്ന് വെച്ചാൽ നമുക്കിത് സെലക്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ മൗസ്, ഒരു പോയിന്റർ പോലെ. അപ്പോൾ നിങ്ങൾക്കിത് മൂവ് ചെയ്യാനും പറ്റും. പിന്നെ ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും കൂട്ടാനും കുറക്കാനും ഒക്കെ പറ്റും ഈ മൗസിൻ്റെ പോയിന്റർ വെച്ചിട്ട്. പിന്നെ അടുത്തതുള്ളതാണ് ഈ ഷേപ്പ്, ഈ സ്ക്വയർ ഷേപ്പ്. ഇത് നമുക്ക് ഒരു സ്ക്വയർ വരയ്ക്കാൻ വേണ്ടി പറ്റും, റെക്റ്റാങ്കിൾ വരയ്ക്കാം. പിന്നെ അത് മാത്രമല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ ബോക്സ് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ 4 ഡോട്ട്സ് കിട്ടും. ഈ 4 ഡോട്ട്സ് ആക്ച്വലി ബോർഡർ റേഡിയസ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഏതിലൊരു ഡോട്ട് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 4ൻ്റെയും റേഡിയസ് മാറുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് 4 റേഡിയസും മാറണ്ട, ജസ്റ്റ് ഒരെണ്ണം മാറിയാൽ മതി എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾട്ട് അമർത്തി പിടിച്ചിട്ട് പിന്നെ ഏത് കോർണറ്റാണോ വലിക്കുന്നത് അത് മാത്രമാണ് മാറുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇതും മാറുന്നത്. ഇനി നമുക്ക് ഈ റൈറ്റ് സെക്ഷൻ നോക്കിയിട്ട് എന്താണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഈ ടോപ്പും ലെഫ്റ്റും നോക്കണ്ട, ഇവിടെ നിങ്ങൾക്ക് വിഡ്ത്തും ഹൈറ്റ് കാണുന്നുണ്ട്. ഈ വിഡ്ത്തും ഹൈറ്റാണ് ഈ ബോക്സിൻ്റെ വിഡ്ത്തും ഹൈറ്റും. അപ്പോൾ ഇത് നിങ്ങളിവിടെ 1500 ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ വിഡ്ത്ത് ഇവിടെ മാറുന്നത് കാണാൻ പറ്റും. പിന്നെ ഈ ഹൈറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹൈറ്റ്.
പിന്നെ ഈ എക്സും വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ആർട്ട് ബോർഡിന്റെ എക്സും വൈയിലും നിൽക്കുന്ന കോർഡിനേറ്റ്സ് ആണ് ഇത്. ഇപ്പോൾ നമ്മൾ എക്സ് ഇങ്ങനെ കൂട്ടി കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മാറുന്നത്. അപ്പോൾ ഇതിന്റെ എക്സ് നിങ്ങൾ കൂട്ടി കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മാറുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 200 ഇട്ട് കൊടുത്തിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇത് സൈഡിലേക്ക് മാറുന്നത്. ഇപ്പോൾ മേലെ നിന്ന് മാറണമെങ്കിൽ നമ്മൾ വൈ എടുത്തിട്ടൊരു 400 കൊടുക്കും. അപ്പോൾ നമുക്ക് കാണാം ഇത് വൈയും മാറുന്നത്. പിന്നെ കുറച്ചുകൂടി അടിയിലേക്ക് പോയി കാണാൻ നിങ്ങൾക്ക് ഇവിടെ ഫില്ലും ബോർഡർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഫില്ല് എന്ന് വെച്ചാൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളറാണ്. ഈ ബോർഡർ എന്ന് വെച്ചാൽ ഇതിന്റെ ബോർഡർ കളറും. അതിനുവേണ്ടി നിങ്ങളിപ്പോൾ ഈ ബോർഡർ കളർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കളർ പിക്കർ കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ വിഡ്ത്താണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളിത് നമ്പർ കൂട്ടി കഴിഞ്ഞാൽ ഇതിന്റെ വിഡ്ത്തും അതിനനുസരിച്ച് കൂടുന്നത് കാണാൻ പറ്റും. ഇനി ഫില്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് കളർ പിക്കർ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഈ കളർ നിങ്ങൾക്ക് കോഡിൽ ഉപയോഗിക്കണമെങ്കിൽ ജസ്റ്റ് ഇതാ ഈ കളർ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കളർ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ സോളിഡിന്റെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ലീനിയർ ഗ്രേഡിയന്റും റേഡിയൽ ഗ്രേഡിയന്റും കിട്ടും. ഇത് CSSലുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കളർ യൂസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ഇഷ്ടമുള്ള ഡയറക്ഷൻ ചെയ്താൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് അതിന്റെ കളർ മാറുന്നത് അറിയാൻ പറ്റും. എന്നിട്ട് എനിക്ക് വേണമെങ്കിൽ ഇതാ ഈ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന്റെ കളർ മാറ്റാൻ പറ്റും. പക്ഷെ ഇപ്പം നിങ്ങൾ റേഡിയൽ ഗ്രേഡിയന്റ് എടുത്താൽ അത് ഉള്ളിലായിരിക്കും. അതൊരു റൗണ്ട് പോലത്തെ ഒരു ഷെയ്ഡാണ് തരാം. നിങ്ങൾ ഇതെടുത്തിട്ട് നിങ്ങൾക്ക് അതിന്റെ കളർ മാറ്റാൻ പറ്റും. അപ്പോൾ ഇതാണ് ലീനിയർ ഗ്രേഡിയന്റും റേഡിയൽ ഗ്രേഡിയന്റും തമ്മിലുള്ള വ്യത്യാസം. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വേറൊരു ഷേപ്പ് ഇവിടെ ഇട്ടു. ഈ ഷേപ്പിന് നിങ്ങൾ ഫിൽ കളർ ബ്ലൂ കൊടുത്തു. ഇനിയിപ്പോൾ ഈ ബോക്സിനുള്ളിൽ ഈ ബ്ലൂ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതന്നെ പോയിട്ട് ഇവിടെ അമർത്തിയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം ഈ കളർ ഈ ബോക്സിന്. അല്ലെങ്കിൽ ജസ്റ്റ് ഇത് അമർത്തിയിട്ട് നിങ്ങൾക്ക് ഫിൽ അമർത്തിയതിനു ശേഷം ഇവിടെ ഈ കളർ പിക്കർ ഉണ്ട്. അത് അമർത്തിയതിനു ശേഷം നിങ്ങൾക്ക് ഇതിന് മേലെ ഹോവർ ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ കളർ കിട്ടും. പക്ഷേ ഇതിലും ഈസി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഐ അമർത്തിയാൽ മതി കീബോർഡിൽ. അപ്പോൾ ആ സാധനം ആക്ടിവേറ്റ് ആവും. ഇത് ക്ലിക്ക് ചെയ്താൽ ആ മൊത്തം കളർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതാണ് ഇതിൽ ഫില്ലും ബോർഡറും. പിന്നെ ഈ സൈസ് എന്നുള്ളത് അതിൻ്റെ വിഡ്ത്ത് കൂട്ടാൻ. പിന്നെ ഉള്ളതാണ് ഈ ഡാഷ്. ഈ ഡാഷ് എന്നുള്ളതെന്ന് വെച്ചാൽ നമ്മളെ CSSൽ ഡോട്ട് പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്ന പോലെ ബോർഡറിന്. അപ്പോൾ അതിങ്ങനെ ഓരോ ഗ്യാപ്പ് ആക്കിയിട്ട് തരും. പിന്നെ അതിന് നമുക്ക് ഗ്യാപ്പ് കൂട്ടാനും പറ്റും. അതിനാണ് ഈ പ്രോപ്പർട്ടികൾ. പിന്നെ ഇതെന്ന് വെച്ചാൽ അതിന് ഡയറക്ഷൻ മാറ്റാനാണ്. ഫോർ എക്സാമ്പിൾ ഇത് സൂം ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് പുള്ളിലാണുള്ളത് ബോർഡർ. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾ ഇത് അമർത്തി കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് പോകും. പിന്നെ ഇത് അമർത്തി കഴിഞ്ഞാൽ ഇതിന്റെ നടുവിലായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ 3 പിന്നെ ഇത് അതിന്റെ സ്റ്റൈലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് റൗണ്ടഡ് ഷേപ്പ് വേണമെങ്കിൽ ഇതിങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈൻ മതി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ അതാണ് ഈ 3 ഇതെന്ന് വെച്ചാൽ ലൈനാണ്. അപ്പോൾ അതാണ് ഡാഷ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ഷേപ്പിലേക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ നമ്മളിതാ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ഈ റൗണ്ട് എടുത്ത് നമ്മളിവിടെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റൗണ്ട് ഷേപ്പ് കിട്ടും. പക്ഷേ ഇത് നിങ്ങൾ ജസ്റ്റ് സിംപ്ലി വെറുതെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പ് ആയിരിക്കും കിട്ടുക. അത് കറക്റ്റ് റൗണ്ട് ആയിരിക്കില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിന് വേണ്ടി ഞാനിത് അവിടെ ഇതിൻ്റെ കളർ മാറ്റിയിട്ട് ഒരു ഗ്രീൻ ആക്കുകയാണ്. ഇപ്പോൾ ഇതാ ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ജസ്റ്റ് ഒരു ഓവൽ ഷേപ്പാണ്, ഇത് റൗണ്ട് അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് എക്സാക്ട് റൗണ്ട് കിട്ടണമെങ്കിൽ സർക്കിൾ അമർത്തിയിട്ട് ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സാക്ട് റൗണ്ട് കിട്ടും. പിന്നെ ഇതിനും ഇതേപോലെ നിങ്ങൾക്ക് ഓരോ കളറും ബോർഡറും ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിന് ബോർഡർ റേഡിയസ് ഇല്ല, കാരണം ഇതൊരു സ്ക്വയർ അല്ലല്ലോ, കാരണം ഇത് ഓൾറെഡി റൗണ്ട് ആണ്. പക്ഷേ ഇതിനുള്ള വെച്ചാൽ നിങ്ങളിപ്പോൾ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ലൈൻ വന്നു. അപ്പോൾ ഈ ലൈനിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഈ ലൈൻ എടുത്തിട്ട് ഈ സൈഡ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡ്രാഗ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഷേപ്പ് മാറുന്നത്. ഇത് ഇങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ ഷേപ്പ് മാറ്റിയിട്ട് ഒരു SVG ക്രിയേറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് HTML യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതേപോലെ ഇത് പുൾ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറത്തെ ഷേപ്പ് മാറുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഏത് സൈഡാണ് വേണ്ടത് അതിന് നിങ്ങൾ ആദ്യം ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടം പോലെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ 4 പോയിന്റ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇവിടെ ഒരു പോയിന്റ് ഇട്ടിട്ട് അതിന് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് എനിക്കിതാ ഇവിടെ ഒരു ഡോട്ട് വരുന്നത് കണ്ടില്ലേ. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഡോട്ട് ഇടാം. എന്നിട്ട് എനിക്ക് അതിനെ ഒന്ന് ഇങ്ങനെ മാറ്റി അത് മൊത്തമായിട്ട് മൂവ് ചെയ്യും. പക്ഷേ അതിന് ഷേപ്പ് മാറ്റണമെങ്കിൽ ഈ സാധനം വലിക്കണം. പിന്നെ അതിനെ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിന് ഷേപ്പ് ഇങ്ങനെ മാറുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഉള്ളതാണ് റെക്റ്റാങ്കിൾ. അതും ഇതേപോലെ തന്നെയാണ്, ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ ആണെന്നുള്ളൂ. നമുക്കിതിന് ഒരു ഫിൽ കളർ കൊടുക്കാം. ഇതും നിങ്ങൾക്ക് ഇതേപോലെ ഡബിൾ ക്ലിക്ക് അമർത്തിയിട്ട് ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. പിന്നെ അതും ഈ സ്ക്വയറിനും പറ്റും കേട്ടോ. ഇത് നിങ്ങൾ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് അമർത്തിയാൽ നിങ്ങൾക്ക് ഇവിടെയും കിട്ടും. അപ്പോൾ ഇത് അമർത്തിയതിന് ശേഷം നിങ്ങൾ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് മാറി നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഷേപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സിമ്പിളാണ് ഇതിൽ. പിന്നെ അടുത്താണ് ലൈൻ ടൂൾ. ലൈൻ ഇപ്പോൾ ഇതാ നിങ്ങളിവിടെ പോയിട്ട് ഇവിടെ ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടില്ല. സ്ട്രെയിറ്റ് ലൈൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ഷിഫ്റ്റ് അമർത്തി പിടിക്കണം, അപ്പോഴാണ് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടുള്ളൂ. അതും ഇതേപോലെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ ഇവിടെ ബോർഡർ കൂട്ടണ പോലെ ഇങ്ങനെ കൂട്ടാം. പിന്നെ ഇതിന് ഫിൽ കളർ ഇല്ല, കാരണം ഇത് ജസ്റ്റ് ലൈൻ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബോർഡർ കളർ മാത്രമാണ് മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനും നിങ്ങൾക്ക് ആ സെയിം സംഭവം യൂസ് ചെയ്യാൻ പറ്റും. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഡോട്ട് വരും. പിന്നെ നിങ്ങൾക്ക് ഇതിനെ പുള്ളി ചെയ്തിട്ട് ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ. അപ്പോൾ ഇത് ലൈൻ ടൂളിനും പറ്റും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഈ പെൻ ടൂൾ. അത് ഫോട്ടോഷോപ്പിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ പെൻ ടൂൾ യൂസ് ചെയ്യൽ. പക്ഷേ ഇതിൽ ഏറ്റവും സിമ്പിളുമാണ്. നിങ്ങൾക്കൊരു ഷേപ്പ് വരയ്ക്കണമെങ്കിൽ ഇതിൽ ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ഒരു ഡോട്ട് ഇടാം, എൻഡിങ് പോയിന്റ് ഒരു ഡോട്ട് ഇടാം. നിങ്ങൾക്ക് എവിടെയാണ് ഡോട്ട് ഇടേണ്ടത് അവിടെയൊക്കെ ഡോട്ട് ഇട്ടിട്ട് ലാസ്റ്റ് ഇത് കണക്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അതിനുള്ളിൽ ഇഷ്ടമുള്ള കളറും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും.
പിന്നെ അതിൻ്റെ ബോർഡർ മാറ്റാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ബോർഡർ വേണ്ട അല്ലെങ്കിൽ കളർ വേണ്ട, അങ്ങനെ ജസ്റ്റ് ഈ ടിക്ക് റിമൂവ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ കളർ വേണം, ബോർഡർ വേണമെങ്കിൽ ജസ്റ്റ് ഈ ടിക്ക് റിമൂവ് ചെയ്താൽ മതി. അപ്പോൾ ഈ പെൻ ടൂളിൽ തന്നെ നമുക്കൊരു കർവ് ചെയ്യാൻ പറ്റും, നമ്മൾ സാധാ ഫോട്ടോഷോപ്പിൽ ചെയ്യേണ്ട പോലെ. പക്ഷേ ഇതിൽ കുറച്ച് ട്രിക്കിയാണ് ആ സാധനം ചെയ്യാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കിത് ആദ്യം ഒരു ബ്ലൂ കളറാക്കാം. ഓക്കെ, ഇനി നമുക്കിതെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. ഇതിപ്പോൾ വരച്ച് കഴിഞ്ഞ്, പക്ഷേ ഞാനിനി അടുത്ത സ്ഥലത്ത് വെക്കുമ്പോൾ ഞാൻ വിടൻകാട്ടി മുമ്പ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഷേപ്പ് കിട്ടും. സാധാ പെൻ ടൂളായിട്ട് നമ്മൾ ചെയ്യുന്ന ഷേപ്പ് തന്നെ, സാധാ ഫോട്ടോഷോപ്പിൽ പെൻ ടൂളായിട്ട് ചെയ്യുന്ന ഷേപ്പ് നിങ്ങൾക്ക് ഇതിലും കിട്ടും. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് വളഞ്ഞിട്ടാണുള്ളത്. ഇത് നിങ്ങൾ ഉദ്ദേശിച്ച ഷേപ്പിലല്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈനിൽ കണക്ട് ചെയ്യണം, പക്ഷേ നിങ്ങൾക്കത് പറ്റില്ല, കാരണം ഇത് വളഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഞാൻ കുറേ പേര് ഫേസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ആക്ച്വലി സിമ്പിളാണ്. അത് ചെയ്യാനായി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഇനി ഒന്നും കൂടി ഈ സാധനം എടുത്തിട്ട് ഞാനിതവിടെ ട്രയാങ്കിൾ വരയ്ക്കണം. പക്ഷേ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ഞാനിവിടെ ഒരു കർവ് ഇട്ടു. ഇനി എനിക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഈ ലൈൻ കണ്ടില്ലേ, ഈ ലൈൻ എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഓൾട്ട് അമർത്തിയിട്ട് ഇവിടെ വരെ എത്തിക്കും. ഇവിടെ എത്തിച്ചതിന് ശേഷം ഇനി നമുക്കത് ലൈൻ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതാ സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. അപ്പോൾ ഇത് ആക്ച്വലി തീരെ കോംപ്ലിക്കേറ്റഡ് അല്ല. ഞാൻ ഇവിടെ ഒന്നുകൂടി കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ പെൻ ടൂൾ എടുത്തു, ക്ലിക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു. രണ്ടാമത്തെ ലൈൻ നമ്മൾ കർവ് ചെയ്തു, അമർത്തി പിടിച്ച് ഡ്രാഗ് ചെയ്താലാണ് കർവ് ആവുക വിടാണ്ടിരുന്നാൽ. പക്ഷേ ഇപ്പോൾ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കർവ് ലൈൻ കിട്ടും. അപ്പോൾ ഈ ലൈൻ നമുക്ക് സ്ട്രെയിറ്റ് ആക്കാൻ ഓൾട്ട് അമർത്തിയതിന് ശേഷം ഈ പോയിന്റ് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് ഏത് സ്ഥലത്താണോ വരയ്ക്കേണ്ടത് ആ സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ആ മൗസിൽ നിന്ന് കണ്ട് വിടാം. ഇപ്പോൾ നമുക്ക് ഇപ്പോഴും വളഞ്ഞിട്ട് കിട്ടുന്നത്, പക്ഷെ നമുക്ക് വേണ്ടത് സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ നമുക്ക് എന്തായി സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. അപ്പോൾ ഇങ്ങനെ നമ്മൾ പെൻ ടൂൾ ഉപയോഗിച്ചിട്ട് വളഞ്ഞ ഷേപ്പിനെ സ്ട്രെയിറ്റ് ആക്കുന്നത്. ഇനി അടുത്തതാണ് ടെക്സ്റ്റിൻ്റെ. അതിനായി നമ്മൾ ഈ ടെക്സ്റ്റ് അമർത്തും. എന്നിട്ട് നമ്മളിവിടെ ഇഷ്ടമുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ മൗസിൽ നിന്ന് പോയിന്റ് വിടണം. അതായത് ഈ ടെക്സ്റ്റിൽ നിന്ന് അൺസെലക്ട് ചെയ്തിട്ട് ഈ സെലക്ട് ടൂൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിന് ഷോർട്ട് കട്ട് ആയിട്ട് കീബോർഡിൽ വി അമർത്തിയാൽ മതി, ഇവിടെ എഴുതിയിട്ടുള്ളത് പോലെ. അത് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഈസിലി ആ സെലക്ട് ടൂൾ കിട്ടും. കാരണം നിങ്ങളിപ്പോൾ ടെക്സ്റ്റ് എടുത്തിട്ടാണുള്ളത്, എന്നിട്ട് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ വിട്ട് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിന് ഇപ്പുറത്തും വരാം. അപ്പോൾ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ പിന്നെയും ടെക്സ്റ്റ് വരും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ സെലക്ട് ടൂൾ അമർത്തിയിട്ട് വേണം ഇത് സെലക്ട് ചെയ്യാൻ. അപ്പോൾ അതിന് ഷോർട്ട് കട്ട് ആയിട്ടാണ് വി കീ, അതിന് ഷോർട്ട് കട്ട് ആയിട്ടാണ് കീബോർഡിൽ വി ബട്ടൺ. ഇനിയിപ്പോൾ ഇതിൻ്റെ കളർ മാറ്റാൻ ഇതേപോലെ തന്നെ. ഫിൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫോർഗ്രൗണ്ട് കളർ ആയിരിക്കും. പിന്നെ ബോർഡർ എന്ന് വെച്ചാൽ ഈ ടെക്സ്റ്റിൻ്റെ ബോർഡറാണ് ആക്ച്വലി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബോർഡർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടെക്സ്റ്റിൻ്റെ ബോർഡർ വരുന്നത്. ഇതെങ്ങനെ CSS ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ CSS നമ്മൾ ടെക്സ്റ്റ് ഷാഡോ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. അത് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ടെക്സ്റ്റ് ബോർഡർ പോലെ ആക്കും. പിന്നെ ഇതിൻ്റെ ഫോണ്ടാണ് ഇവിടെ കാണുന്നത് E20 എന്നുള്ളത്. അത് നിങ്ങൾക്ക് രണ്ട് വഴി കൂട്ടും. ഒന്നെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് മാനുവലി 30 എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ വേണമെങ്കിൽ ബ്ലാക്ക് ആക്കാം, അപ്പോൾ കുറച്ചുകൂടി കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഈ ലൈൻ കിട്ടും. അപ്പോൾ ഈ ലൈൻ വലിച്ചു കഴിഞ്ഞാലും ഈ ടെക്സ്റ്റിൻ്റെ സൈസ് കൂടുന്നതാണ്. അപ്പോൾ അത് വലിക്കുകയും കുറയ്ക്കുകയും ചെയ്താൽ. ഇനിയിപ്പോൾ ഈ ഫോൺസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമായിട്ട് ഫോണ്ട് എന്ന് വെച്ചാൽ ആ ഫോണ്ട് നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി, അത് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റൈൽ മാറ്റണമെങ്കിൽ ബോൾഡോ ഇറ്റാലിക് വേണമെന്ന് വെച്ചാൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റെഗുലറും കാണാൻ പറ്റും, ഇറ്റാലിക് കാണാം, ബോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സെക്ഷനിൽ കാണാൻ പറ്റും. പിന്നെ അടുത്തത് അതിൻ്റെ അടിയിലുള്ളത് ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ടെക്സ്റ്റ് മാറ്റിയിട്ട് നോർമൽ ടെക്സ്റ്റ് ആക്കിയതിന് ശേഷം ഇനിയിപ്പോൾ ഈ ടെക്സ്റ്റ് തമ്മിലുള്ള ഗ്യാപ്പ് കണ്ടില്ലേ, അതാണ് ആക്ച്വലി ഈ AV എന്നിട്ടുള്ളത്. അപ്പോൾ അത് ലെറ്റർ സ്പേസിംഗ് ആണ്. അത് CSS ഉണ്ട് ലെറ്റർ സ്പേസിംഗ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ ലെറ്ററിന് സ്പേസ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ടെക്സ്റ്റ് തമ്മിൽ സ്പേസ് കൂടുന്നത്. പിന്നെ ഇത് ആക്ച്വലി ലൈൻ ഹൈറ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ മൾട്ടിപ്പിൾ ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ടെക്സ്റ്റും അടിയത്തെ ടെക്സ്റ്റും അതിൻ്റെ അടിയിലത്തെ ടെക്സ്റ്റും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനാണ് നമ്മൾ ലൈൻ ഹൈറ്റ് പറയാം. ഇതും CSS പ്രോപ്പർട്ടിയാണ്. ഇതിൽ ആക്ച്വലി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ CSS ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറക്കുമ്പോൾ കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ കുറക്കണതിൻ്റെ ഷോർട്ട് കട്ടാണ്. ഇത് ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം മൗസ് അടിക്കും മാലക്കും ഡ്രാഗ് ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കൂടുകയും കുറയുകയും ചെയ്യും. പക്ഷെ നിങ്ങൾക്കിപ്പോൾ മാനുവലി ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ നമ്പർ ടൈപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് ലൈൻ ഹൈറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതും ലൈൻ ഹൈറ്റിനുള്ളതാണ്, പക്ഷെ ഇത് കുറക്കാൻ പറ്റില്ല. ഇത് നമ്മൾ എവിടെ വേണം നിർത്തി വെച്ചിട്ടുള്ളത് അവിടെ നമുക്ക് കൂട്ടാനേ പറ്റുള്ളൂ. പിന്നെയുള്ള സെക്ഷനാണ് ഇത് നമ്മൾ അമർത്തിയാൽ ടെക്സ്റ്റ് സെൻറ്ററാവും, റൈറ്റിക്കാവും, ലെഫ്റ്റിക്കാവും. അപ്പോൾ അതിനാണ് ഈ 3 എണ്ണം. പിന്നെ നമുക്ക് ഇതുണ്ട്. ഇത് ആക്ച്വലി ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ടെക്സ്റ്റ് ഇവിടെ വെച്ച് ഈ ബോക്സിനുള്ളിലുള്ള ടെക്സ്റ്റ് മതി എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇവിടെ എത്തി കഴിഞ്ഞാൽ ന്യൂ ലൈനിലേക്ക് പോകണം, ഇവിടെ എത്തി കഴിഞ്ഞാൽ അടുത്ത ലൈനിലേക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിന് വേണ്ടി ഇതിൻ്റെ ലൈൻ ഹൈറ്റ് കുറച്ച് കുറക്കാണ്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു ടെക്സ്റ്റ് എടുത്തിട്ട് ഞാൻ ടൈപ്പ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ പോകാൻ പറ്റും. ഒരു എൻഡ് ഉണ്ടാവില്ല, എൻ്റർ അടിച്ചാലേ എൻഡ് ഉണ്ടാവുള്ളൂ. പക്ഷേ എനിക്കിപ്പോൾ ഒരു എക്സാമ്പിളിൽ എൻഡ് വേണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഈ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്യണം. അപ്പോൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബോക്സ് കിട്ടും. അപ്പോൾ ഈ ബോക്സ് പറയുന്നത് വെച്ചാൽ എനിക്കിതാ ഈ ടെക്സ്റ്റ് ഇവിടെ വരെ മതി എന്നാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ അത് ന്യൂ ലൈനിലേക്ക് പോകണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് അടുത്ത ന്യൂ ലൈനിലേക്ക് പോകും. അപ്പോൾ ആ കേസിൽ നമ്മൾ ഈ ഡോട്ടിൻ്റെ ഇത് ഉപയോഗിക്കും. അതാണ് ഇവിടെ കാണുന്ന ഈ സെക്ഷൻ.
ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഹൈറ്റ് മതി, ഇനി നമുക്ക് ഡ്രാഗ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ 2 സെക്ഷൻ. പിന്നെയുള്ള സെക്ഷനാണ് ക്യാപ്സും സ്മോൾ ആക്കാൻ വേണ്ടി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് അമർത്തിയിട്ട് ഇപ്പോൾ ഇത് അമർത്തി കഴിഞ്ഞാൽ എല്ലാതും ക്യാപ്സ് ആവും, ഇതെല്ലാം സ്മോൾ ആവും, ഇത് ക്യാമൽ കേസ് ആവും. ഇതും അതേപോലെ ഇപ്പോൾ M² എന്നൊക്കെ ഇതില്ല, X² Y² അതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനുള്ളിൽ കയറിയതിന് ശേഷം F മാത്രം സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ 2 ആക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ 2 മാത്രം ഞാൻ സെലക്ട് ചെയ്യണം. ഈ 2 ആക്കിയിട്ട് ഞാനിപ്പോൾ ഈ T2 അമർത്തി കഴിഞ്ഞാൽ ഇതൊരു സ്ക്വയർ പോലെയായി, S² പോലെ ആക്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ ഇത് അതേപോലെ താഴെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഇത് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇത് 2 പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ലൈന് ക്രോസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പ്രൈസ് ഓവർ എന്ന് കാണിക്കില്ല, ഇപ്പോൾ പ്രീവിയസ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ആ ടൈമിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. പിന്നുള്ളതാണ് ഒപ്പാസിറ്റി. ഈ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ CSS ഒപ്പാസിറ്റി പ്രോപ്പർട്ടി പോലെ തന്നെ ഇതിന്റെ വിസിബിലിറ്റി കുറക്കാനും കൂട്ടാൻ വേണ്ടി. ഇതിപ്പോൾ 0 ആക്കിയാൽ ഇതിപ്പോൾ കാണാൻ പറ്റില്ല, പക്ഷേ അതിനനുസരിച്ച് നമ്മൾ കൂട്ടുന്നതിനനുസരിച്ച് അതിന്റെ വിസിബിലിറ്റി കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ട്രാൻസ്പെറൻസി. അത് നമുക്ക് എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് ഞാൻ ഇവിടെ ഒപ്പാസിറ്റി കുറച്ചെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ ഒപ്പാസിറ്റി കുറയണത്. അപ്പോൾ ഇത് എല്ലാത്തിലും യൂസ് ചെയ്യാം. പിന്നെ അടുത്ത ടൂളാണ് ഈ ആർട്ട് ബോർഡ് ടൂൾ. ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളുള്ളത് ഈ ആർട്ട് ബോർഡിലാണ്. ഈ ആർട്ട് ബോർഡ് ഇപ്പോൾ ഇത് അമർത്തിയിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആർട്ട് ബോർഡ് തന്നെ വേറെ ക്രിയേറ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ് ഈ ആർട്ട് ബോർഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് ഈ ആർട്ട് ബോർഡിലാണ്. ഇത് നമുക്ക് ആർട്ട് ബോർഡ് വേണമെങ്കിൽ സ്ക്രീൻ 1 എന്ന് പറഞ്ഞിട്ട് നെയിം ചെയ്യാം. എന്നിട്ട് നമ്മളിത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് അതേപോലെ സ്ക്രീൻ 2 എന്ന് പറഞ്ഞിട്ട് ഹോം സ്ക്രീൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇതിനെ നെയിമും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഫോട്ടോഷോപ്പിൽ ലെയേഴ്സ് പോലെ ഇതിനിപ്പോൾ സെലക്ട് ചെയ്യാൻ എന്താ ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഇതിൻ്റെ മേലാണ്, ഇതിൻ്റെ മേലെ വേറെ സാധനമുണ്ട്, അതിൻ്റെ മേലെ വേറെ സാധനമുണ്ട്. ഇപ്പോൾ ഇതുണ്ട് ഇതിൻ്റെ മേലെ, പിന്നെ ഇതിൻ്റെ മേലെ ഇതുണ്ട്. ഓക്കെ, ഇത് ആക്ച്വലി ഇതിൻ്റെ താഴെയാണ്. ഇത് മേലേക്ക് വരാനുള്ള ഒരു ടെക്നിക്ക് വേറെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പക്ഷേ അതിന് മുമ്പ് ഇപ്പോൾ ഇങ്ങനെ വിചാരിച്ചു, ഇനിയിപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് ഈ സാധനം സെലക്ട് ചെയ്യണം, അത് മാത്രമായിട്ട്. ഇതിപ്പോൾ എല്ലാം നെസ്റ്റഡ് ആയതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ എളുപ്പമല്ല. അപ്പോൾ ആ കേസിൽ നമ്മളിതാ ഇവിടെ അടി വന്നിട്ട് ഈ 2 സ്ക്വയറുള്ള ബട്ടൺ ഉണ്ട്, അത് അമർത്തി കഴിഞ്ഞാൽ ലെയേഴ്സിൻ്റെ സെക്ഷൻ ഓപ്പൺ ആവും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ ലെയറിനും ഒരു പേര് കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഈസിലി മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ കേസിൽ ഇപ്പോൾ അപ്പോൾ ഇതാണ് പാത്ത് 5 ആണ് എൻ്റെ ലെയർ. അപ്പോൾ ആ ലെയറിനെ ഇപ്പോൾ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും സുഖമായിട്ട്. അപ്പോൾ ലെയറിൻ്റെ സെക്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓരോ ലെയറിനും പേര് കൊടുക്കുന്നത് നല്ലത്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എവിടെ നിന്നുള്ളത്. ഇനിയിപ്പോൾ ഇത് ഈ കേസിൽ ഇത് എനിക്ക് ഫ്രണ്ടിൽ കൊണ്ടുവരണം, ഇതിൻ്റെ കളറൊന്ന് കുറച്ച് ഡാർക്ക് ആക്കാം നമുക്ക്. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ എനിക്ക് ഈ ട്രയാങ്കിൾ ഫ്രണ്ടിൽ കൊണ്ടുവരണം, ഇത് ഇതിൻ്റെ ബാക്കിലും കൊണ്ടുവരണം. അപ്പോൾ ആ കേസിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ അത് റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് അറേഞ്ചിൽ പോയതിനു ശേഷം ബ്രിങ് ടു ഫ്രണ്ട് ഉണ്ട്, അത് അമർത്തി കഴിഞ്ഞാൽ ഇത് ഫ്രണ്ടിലേക്ക് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ അമർത്തിയിട്ട് നമ്മളെ കീബോർഡിലത്തെ സ്ക്വയർ ബ്രാക്കറ്റ് അമർത്തി കഴിഞ്ഞാൽ, അതായത് ഓപ്പണിംഗ് ഉണ്ട് ക്ലോസിംഗ് ഉണ്ട്. അപ്പോൾ ഓപ്പണിംഗ് അമർത്തി കഴിഞ്ഞാൽ ഇത് ബാക്കിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും ആ പാത്തിൻ്റെ അടിക്ക് പോണത്. ഇനിയിപ്പോൾ ക്ലോസിംഗ് ചെയ്താലോ അത് മേലേക്ക് പോകണം കാണാൻ പറ്റും. അപ്പോൾ ആറ്റും ടോപ്പിക് അടുക്ക് നമുക്ക് എത്തിക്കാം. ഒറ്റടിക്ക് താഴത്തേക്ക് എത്തിക്കണമെങ്കിൽ കൺട്രോളിംഗ് ഷിഫ്റ്റ് അമർത്തിയിട്ട് ഓപ്പണിംഗ് ബ്രാക്കറ്റ് അമർത്തിയാൽ ആറ്റ് അടിക്ക് പോകും. അതേപോലെ ക്ലോസിംഗ് അമർത്തിയാൽ ആറ്റും ടോപ്പിക്ക് വരും. ഇപ്പം നിങ്ങൾക്ക് ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇതാണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ വരച്ച് കാണിച്ചു തരാം. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ഇതാണ് ക്ലോസിംഗ് ബ്രാക്കറ്റ്. അപ്പോൾ നിങ്ങൾ കൺട്രോൾ ഷിഫ്റ്റ് ഓപ്പണിംഗ് അമർത്തി കഴിഞ്ഞാൽ അത് താഴത്തേക്ക് പോകും. കൺട്രോൾ ഷിഫ്റ്റ് ക്ലോസിംഗ് അമർത്തി കഴിഞ്ഞാൽ അത് മേലേക്ക് പോകും. ഇനി അടുത്തതാണ് ഈ സൂം. ഇത് ജസ്റ്റ് എവിടെയെങ്കിലും സൂം ചെയ്യണമെന്ന് വെച്ചാൽ അത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂം ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ ഇത്രയും ഈ ദൂരത്ത് നോക്കണം, നിങ്ങൾക്ക് ഇവിടെ കാണണം. അപ്പോൾ ജസ്റ്റ് ഇവിടെ സൂം ചെയ്ത് കൊടുത്താൽ അടുത്തേക്ക് പോയിട്ട് സൂം ചെയ്ത് വരുന്നതായിരിക്കും. ഇനി നമുക്കിത് മൊത്തം ഡിലീറ്റ് ചെയ്തിട്ട് വേറൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ അതിനെ ഇത് മൊത്തം ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ ഒരു ബോക്സ് വരയ്ക്കണം. ഈ ബോക്സിന് ഞാൻ ജസ്റ്റ് ഒരു ലൈറ്റ് ബ്ലാക്ക് കളർ കൊടുക്കണം. ഇവിടെ ഞാൻ കുറച്ച് ടെക്സ്റ്റ് കൊടുക്കണം. ദിസ് ഈസ് എ ടെസ്റ്റ് ടെക്സ്റ്റ്. ഓക്കെ, എന്തെങ്കിലും പേര്, ഓക്കെ കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ബോർഡർ റിമൂവ് ചെയ്ത് കളയാം. ഇനിയിപ്പോൾ എനിക്ക് ഈ ടെക്സ്റ്റ് ഇതിൻ്റെ സെൻട്രിക്ക് ആക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത് ഈ ബോക്സിനാണ്. ഈ ബോക്സും ഈ ടെക്സ്റ്റും സെലക്ട് ചെയ്താലാണ് നമുക്ക് ഈ ടെക്സ്റ്റ് ഇതിൻ്റെ സെൻട്രിക്ക് ആക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ബോക്സ് ഇപ്പോൾ നമുക്ക് ഈ ആർട്ട് ബോർഡിൻ്റെ സെൻറ്റർ ആക്കണമെങ്കിൽ ജസ്റ്റ് ഈ ബോക്സ് അമർത്തിയതിന് ശേഷം ജസ്റ്റ് ഈ ബോക്സ് അമർത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റും വെർട്ടിക്കലും ഹൊറിസോണ്ടലും. അപ്പോൾ ഇത് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെർട്ടിക്കലി സെൻറ്റർ ആവും, ഇത് അമർത്തി കഴിഞ്ഞാൽ ഹൊറിസോണ്ടലി സെൻറ്റർ ആവും. ഇനിയിപ്പോൾ ഇത് സാധാരണ നമ്മൾ ഡിസ്പ്ലേ ഫ്ലെക്സ് ഉപയോഗിക്കില്ല, ആ സെയിം പരിപാടി തന്നെ. ഫ്ലെക്സ് എൻഡും ഫ്ലെക്സ് സ്റ്റാർട്ടും അലൈൻ ഐറ്റം സെൻറ്ററും അലൈൻ ഐറ്റം സ്റ്റാർട്ടും, അതാണ് ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇതും. പക്ഷെ നമുക്കിപ്പോൾ ആ ടെക്സ്റ്റ് ഇതിനുള്ളിൽ സെൻറ്റർ ആക്കണമെങ്കിൽ നമ്മൾ ആ ടെക്സ്റ്റും സെലക്ട് ചെയ്യണം, ആ ബോക്സും സെലക്ട് ചെയ്യണം. അപ്പോൾ അത് രണ്ടും സെലക്ട് ചെയ്യാൻ നമ്മൾ ഷിഫ്റ്റ് ഉപയോഗിക്കും. അപ്പോൾ ഷിഫ്റ്റ് അമർത്തിയിട്ട് നിങ്ങൾ ഈ ബോക്സ് അമർത്തുക, പിന്നെ ഷിഫ്റ്റ് വിടരുത്. എന്നിട്ട് നിങ്ങൾ അടുത്തത് ഈ ടെക്സ്റ്റ് അമർത്തുക. ഇപ്പോൾ രണ്ടും സെലക്ട് ആയി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ടും ഹൈലൈറ്റ് ആയിട്ടാണ്. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഇത് എവിടേക്കെങ്കിലും സ്ഥലം മാറ്റണമെങ്കിൽ ജസ്റ്റ് ഇത് പിടിച്ച് ഡ്രാഗ് ചെയ്താലും മതി. ഇത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മാറുന്ന കാണാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾക്ക് ഷിഫ്റ്റ് വിടാം, കുഴപ്പമുള്ളതല്ല, കാരണം ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഷിഫ്റ്റ് അമർത്തി പിടിക്കണമെങ്കിൽ ഒറ്റ ലൈനിൽ തന്നെയാണ് പോകാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ ടെക്സ്റ്റ് സെൻറ്റർ ആക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഓൾറെഡി സെലക്റ്റഡ് ആണല്ലോ രണ്ടും. നിങ്ങൾ ഷിഫ്റ്റ് വിട്ടു, ഇനി കുഴപ്പമുള്ളതല്ല, കാരണം ഒരു പ്രാവശ്യം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഷിഫ്റ്റ് വിടാം. എന്നിട്ട് നിങ്ങളിപ്പോൾ ഈ സാധനം അമർത്തി കഴിഞ്ഞാൽ ഇത് വെർട്ടിക്കലി സെൻറ്റർ ആവും,
ഇത് ഹൊറിസോണ്ടലി സെൻറ്റർ ആവും. പക്ഷേ ഈ ടെക്സ്റ്റ് സെൻറ്റർ ആയില്ല. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ടെക്സ്റ്റിന് മേലെ ഈ ലൈൻ ഉണ്ടില്ലേ, അപ്പോൾ ഈ ബോക്സിന്റെ വിചാരം ഈ ബോക്സ് ആണ് നമ്മൾ സെൻറ്റർ ആക്കാൻ നോക്കുന്നതാണ്, ഈ ടെക്സ്റ്റ് അല്ല. അപ്പോൾ ഈ ബോക്സ് നമ്മൾ വരച്ചിട്ടുള്ളതാണ് ഈ ടെക്സ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ടെക്സ്റ്റിന്റെ ഹൈറ്റും വിടുത്ത് എൻഡ് ചെയ്യണത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് ഹൈറ്റും വിടുത്താക്കാൻ വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ടെക്സ്റ്റ് എവിടെയാണ് എൻഡ് ചെയ്യണത് അവിടെ ആക്കുക. ഇത് അതിൻ്റെ ഹൈറ്റും അതേപോലെ ആക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ടെക്സ്റ്റും ബോക്സും സെലക്ട് ചെയ്തിട്ട് ഇതിപ്പോൾ സെൻറ്റർ ആക്കാൻ നോക്കിയാൽ ഇതിപ്പോൾ കറക്റ്റായിട്ട് സെൻറ്റർ ആവും. അപ്പോൾ ഇത് എക്സ്ട്രാ സ്പേസസ് ആണ് ടെക്സ്റ്റിൻ്റെ. ഇപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ആ സ്പേസ് നിങ്ങൾ ഒഴിവാക്കണം. അത് ഡ്രാഗ് ചെയ്തിട്ട് ആ ടെക്സ്റ്റിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെ നിങ്ങൾ ആക്കിയിട്ട് വിടണം. ഇനിയിപ്പോൾ ആ സൈസ് നിങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഞാൻ കാണിച്ചെന്ന പോലെ ഇവിടെ വന്നിട്ട് ഇത് അമർത്തിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ സൈസിൻ്റെ ഓപ്ഷൻ കിട്ടില്ല, നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഇനി മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഉള്ളതാണ് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും അസറ്റ്സ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കളേഴ്സ്, ക്യാരക്ടർ സ്റ്റൈൽ, കമ്പോണൻസ് ഒക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന കമ്പോണൻസും കളേഴ്സും കാര്യങ്ങളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ബ്ലാക്ക് കളർ ഉണ്ട്, ഈ ബ്ലാക്ക് കളർ എനിക്ക് ഇഷ്ടമായി. അത് ഇഷ്ടമായി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഈ പ്ലസ് അമർത്തി കഴിഞ്ഞാൽ ഈ കളറോട് കൊടുക്കുക. പിന്നെ ഇപ്പോൾ ഈ ടെക്സ്റ്റിന് ഞാനിപ്പോൾ റെഡ് കളർ കൊടുക്കണം. അപ്പോൾ റെഡ് കൊടുത്തിട്ട് ഈ റെഡ് എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഈ റെഡ് എനിക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു മിനിറ്റ്, ഈ ബോർഡർ ഒന്ന് ക്ലോസ് ചെയ്തതിനു ശേഷം ഓക്കെ, ഈ റെഡ് എനിക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റെഡ് പല പല സ്ഥലത്ത് യൂസ് ചെയ്യണം. അപ്പോൾ ആ കേസിൽ ഞാൻ ജസ്റ്റ് ഇവിടെ പ്ലസ് കൊടുക്കും. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എനിക്ക് വേറൊരു ഷേപ്പ് ഇവിടെ ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഈ ഷേപ്പിന് എനിക്ക് റെഡ് കളർ കൊടുക്കണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഈ റെഡ് അമർത്തിയാൽ മതി. അപ്പോൾ എനിക്ക് ആ റെഡ് കളർ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ഇവിടെ മൂവ് ചെയ്യുമ്പോൾ കുറേ ലൈനും കാര്യങ്ങളും വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ അഡോബ് എക്സ്ട്രൂഡ് ഡിസൈൻ ഇപ്പോൾ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഡിസൈനർ തന്നു. അത് തന്നു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റിൻ്റെ ഈ ഗ്യാപ്പും വലുപ്പം നിങ്ങൾക്ക് അറിയില്ല. ഈ ടെക്സ്റ്റ് മേലെ നിന്ന് എത്ര ദൂരം ഉണ്ട്, അടിയിൽ നിന്ന് എത്ര ദൂരം നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഹൈറ്റും വിടുത്തും അതേപോലെ എഴുതും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻറ്റർ ചെയ്യുക. പക്ഷേ ഇതിൽ നിന്ന് വേറൊരു ടെക്സ്റ്റ് വരികയാണ്. അപ്പോൾ ആ ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് തന്നെ കോപ്പി ചെയ്യണമെങ്കിൽ ഓൾട്ട് അമർത്തിയതിനു ശേഷം മൗസ് കൊണ്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നത് കാണാൻ പറ്റും. പക്ഷേ ഇതിനിപ്പോൾ നിങ്ങൾ സെൻറ്റർ ആക്കണമെങ്കിൽ ഇത് അമർത്തിയതിനു ശേഷം അടിയത്തത് അമർത്തി കഴിഞ്ഞിട്ട് ഇത് അമർത്തി കഴിഞ്ഞാൽ വെർട്ടിക്കലി സെൻറ്റർ ആക്കാൻ നോക്കിയാൽ ഇത് രണ്ടും സെൻറ്ററിലാവും. അപ്പോൾ ഈ കേസിൽ നിങ്ങൾ ഇത് രണ്ടും ഗ്രൂപ്പ് ചെയ്യണം. ആദ്യം ഇത് ഒറ്റ ബോക്സ് ആക്കണം. അപ്പോൾ അതിനുവേണ്ടി റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് ഇവിടെ നോക്കി കാണാൻ പറ്റും ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇത് രണ്ട് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ജി അമർത്തിയാൽ മതി. അപ്പോൾ ഇത് ഗ്രൂപ്പ് ആവും. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും ഒരേ ടൈമിൽ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡയറക്ഷൻ കാണിക്കണ പോലെ ഇങ്ങനെ സെൻറ്റർ ആക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇത് ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് വെർട്ടിക്കലും ഹൊറിസോണ്ടലും സെൻറ്റർ ആക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റും ഈ ടെക്സ്റ്റിൻ്റെ തമ്മിൽ ഡിസ്റ്റൻസ് അറിയണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്കിത് അൺഗ്രൂപ്പ് ചെയ്യാം. അതിന് വേണ്ടി കൺട്രോൾ ഷിഫ്റ്റ് ജി അമർത്തിയാൽ ഇത് അൺഗ്രൂപ്പ് ആവും. എന്നിട്ട് നിങ്ങളിപ്പോൾ സൂം ചെയ്തിട്ട് ഈ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ മേലെ ഹോവർ ചെയ്തതിന് ശേഷം ഓൾട്ട് അമർത്തി പിടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മേലെ തമ്മിലുള്ള ഡിസ്റ്റൻസ് 7 പിക്സലാണ്. പിന്നെ ഇതും അടിയിൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് 72ഉം ഇതും മേലെ തമ്മിലുള്ള ഡിസ്റ്റൻസ് 122ഉം റൈറ്റും ലെഫ്റ്റും ഒക്കെ കാണിക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്കിത് അലൈൻമെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഈ ടെക്സ്റ്റ് സൈഡിൽ കൊടുന്ന് നിങ്ങൾക്കിപ്പോൾ റൈറ്റ് സൈഡിൽ വെച്ചൊക്കെ കാണാൻ പറ്റും എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആ പിക്സൽ എടുത്തിട്ട് CSS-ലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേറെ ടെക്സ്റ്റ് നിങ്ങൾ ഓൾട്ട് അമർത്തിട്ട് കോപ്പി ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾ റൈറ്റ് കൊണ്ടുവരുമ്പോൾ അതിന് കാണിച്ചിരുന്നത് എക്സാക്ട് സെൻറ്റർ ആണോ ബോട്ടം ആണോ ടോപ്പ് ആണെന്നൊക്കെ. അപ്പോൾ ഓൾട്ട് എന്നുള്ള ഈ ഷോർട്ട് കട്ട് നല്ല ഉപകാരമാണ്. അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ ഓൾട്ട് അമർത്തി പിടിച്ചാൽ അതിന് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ കാണിച്ചിരുന്നതായിരിക്കും. ഇനിയിപ്പോൾ വേറൊരു കേസിൽ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ബോക്സ് ഉണ്ട്. ഇപ്പോൾ ഈ ബോക്സ് നിങ്ങൾക്ക് ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിന് കറക്റ്റ് അലൈൻമെൻറ്റ് കിട്ടില്ല. കാരണം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ തന്നെ അലൈൻ ചെയ്യണം. ഇത് ഓട്ടോമാറ്റിക് അലൈൻ ചെയ്യാനുള്ള വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ നിങ്ങളിവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം. പിന്നെ എക്സാക്റ്റ് ആ ഗ്യാപ്പ് ഇട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ കൊടുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ രണ്ട് സ്ഥലത്ത് പിങ്ക് കളർ വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് സെയിം സ്പേസിംഗ് ആണെന്നാണ്. പക്ഷേ ഇങ്ങനെ നിങ്ങൾക്കൊരു 10 ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇത് എളുപ്പമല്ല. അപ്പോൾ അതിന് വേണ്ടി വേറൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഷിഫ്റ്റ് അമർത്തി സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് അമർത്തിയതിനു ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ റിപ്പീറ്റ് ഗ്രിഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ 2 ബോക്സ് കിട്ടും. ഇത് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ബോക്സ് വരുന്നത് കാണാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ഈ വൈറ്റ് ഗ്യാപ്പ് എടുത്തിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ് കൂട്ടാൻ പറ്റും. ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് വേണമെങ്കിൽ ഇത് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ വലിച്ചാൽ മതി. അപ്പോൾ റൈറ്റിലും വരും. എന്നിട്ട് എൻഡ് ചെയ്യുന്ന ടൈമിൽ ഇത് വിട്ടിട്ട് ഇത് റൈറ്റ് സൈഡിലും പുള്ള് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് മതിയെന്ന് തോന്നിയാൽ ജസ്റ്റ് അൺഗ്രൂപ്പ് അമർത്തിയാൽ നിങ്ങൾക്കിത് ഒറ്റ പീസായിട്ട് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ റിപ്പീറ്റ് ഗ്രിഡ് യൂസ് ചെയ്യണത്. പിന്നെ ഇതിൽ വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ഈ റൊട്ടേഷനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്പർ കൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ മൗസ് കൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് റൊട്ടേറ്റ് ചെയ്യണം കാണാൻ പറ്റും. നിങ്ങൾക്ക് എക്സാക്ട് നമ്പർ ആരെങ്കിലും വെച്ചാൽ ആ നമ്പർ വെച്ച് ടൈപ്പ് ചെയ്യാം. പിന്നെ ഇതിപ്പോൾ ഫ്ലിപ്പ് ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ ഇതിങ്ങനെയാണ്. ഇനിയിപ്പോൾ ഈ സാധനം അമർത്തിയിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫ്ലിപ്പ് ആവും. പക്ഷേ ഇതിപ്പോൾ ഈ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ടാണ് അത് അറിയാത്തത്. അതിന് വേണ്ടി നമുക്ക് ഈ ഷേപ്പ് ഇങ്ങനെ ജസ്റ്റ് ഒരു കർവ് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഞാനിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഷിഫ്റ്റ് ആണ് കാണാൻ പറ്റും. പിന്നെ ഇത് ടോപ്പിൽ നിന്ന് ഷിഫ്റ്റ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 2 സെക്ഷൻ. പിന്നെ ഉള്ളതാണ് റെസ്പോൺസീവ് ലേഔട്ട്. അതിന് വേണ്ടി ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഈ ടെക്സ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം, ഈ ടെക്സ്റ്റും ഡിലീറ്റ് ചെയ്യാം. ഈ ടെക്സ്റ്റ് തന്നെ 2-3 പ്രാവശ്യം കോപ്പി ചെയ്യാം. ഇനിയിപ്പോൾ ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഞാൻ ഈ സാധനം ഇട്ടു. ഇനിയിപ്പോൾ ഇത് 2 സെലക്ട് ചെയ്തിട്ട് ഇത് 2 ഗ്രൂപ്പ് ചെയ്യുക.
ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് രണ്ടും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചെറുതാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് പോകണം കാണാൻ പറ്റും. പക്ഷേ അതിൻ്റെ പകരം ഇപ്പോൾ നിങ്ങളിത് സെലക്ട് ചെയ്തിട്ട് റെസ്പോൺസീവ് ലേഔട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ചെറുതാക്കുന്നതനുസരിച്ച് ടെക്സ്റ്റും ചെറുതാവണത്. സാധാ CSSൽ നമ്മൾ മീഡിയ ക്വയറീസ് എഴുതുന്ന പോലെ. അപ്പോൾ ഇത് നമ്മൾ വലുതാക്കുന്നതനുസരിച്ചിട്ട് ടെക്സ്റ്റ് പഴയ പോലെ അത് ചെറുതാക്കുന്നതനുസരിച്ച് ഇത് ചെറുതാവും. അപ്പോൾ റെസ്പോൺസീവും ഇതിലുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ പാഡിംഗ് ഉണ്ട്. ഇതേപോലെ നമുക്ക് ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്നൊക്കെ പാഡിംഗ് കൂട്ടാനും കുറക്കാനും പറ്റും സാധാ CSSൽ നമ്മൾ ചെയ്യണ പോലെ. അതാണ് ഈ 4 വാല്യൂസ്. പിന്നെ 4 കൂടി ഒറ്റയടിക്ക് എഴുതാനാണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ബോക്സ്. ഇനി അടുത്ത് നമുക്ക് ബോക്സ് ഷാഡോ നോക്കാം. ഫോർ എക്സാമ്പിൾ ഇത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ ഇവിടെ അടിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോക്സ് ഷാഡോ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഇത് അമർത്തി കഴിഞ്ഞാൽ ഇവിടെ അടിയിൽ ബോക്സ് ഷാഡോ വരും. അതിന് കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാൻ പറ്റും. പിന്നെ അത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂ കൂട്ടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ ബോക്സിൻ്റെ ഷാഡോ അടിക്കും മേലേക്കും കാണാൻ പറ്റും. ഇപ്പോൾ ഇത് എക്സ് കൂട്ടി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് പോകും. അത് കുറച്ച് കഴിഞ്ഞാലോ അത് മൈനസ് സൈഡിലേക്ക് പോകും, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക്. പിന്നെ ഇത് അതിൻ്റെ ബ്ലർനെസ്സാണ്. ഇപ്പോൾ ബ്ലർനെസ് 1 ആക്കി കഴിഞ്ഞാൽ അത് കറക്റ്റ് ബോക്സ് പോലെ ആവും. ബ്ലർ കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ബ്ലർനെസ് കൂടിക്കൊണ്ടിരിക്കും. ഇത് സാധാരണ നമ്മൾ CSSൽ ബോക്സ് ഷാഡ് യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെ. ഇപ്പോൾ ഇതിന് കളർ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ശരിക്കുള്ള ബോക്സ് ഷാഡ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ അത് നിങ്ങൾക്ക് കാണണം എങ്ങനെയായിരിക്കും ഒരു വ്യൂവിൽ. അതിന് നമ്മളിവിടെ റൈറ്റ് സൈഡിൽ പ്ലേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രിവ്യൂ കിട്ടും. അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ പ്രിവ്യൂ വരാം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്തിട്ട് കാണാൻ പറ്റും ഇത് എങ്ങനെയായിരിക്കും ഒരു വെബ്സൈറ്റിനുള്ളിൽ കാണാനെന്ന്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ആരെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ പെർമിഷൻ കൊടുക്കണം. ഇപ്പോൾ നമ്മളെ ഈ ഡിസൈനിൽ വേറൊരു ആൾക്ക് കൂടി പെർമിഷൻ കൊടുക്കുക എഡിറ്റ് ചെയ്യാൻ. അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഫയൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം ഡെവലപ്പറായിട്ട്. അപ്പോൾ ഡെവലപ്പറിനെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങാമല്ലോ. ആ ടൈമിൽ നിങ്ങളിത് WeTransferൽ സിപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഷെയർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലിങ്ക് അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ആ ലിങ്ക് വഴി ഈ ഡിസൈന് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് Adobe XD ആവില്ല, അത് URL വഴിയായിരിക്കും. അപ്പോൾ ബ്രൗസറിൽ തന്നെ അയാൾക്ക് ആക്സസ് ചെയ്യുക. അപ്പോൾ അയാൾക്ക് Adobe XD ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നതാണ് ഈ പ്രോട്ടോടൈപ്പ്. ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇതെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ബോക്സ് ഇടുന്നു. എന്നിട്ട് ഇവിടെ ഞാൻ ഒരു റെഡ് കളർ കൊടുക്കാം. ഇതിൻ്റെ ഫിൽ കളർ നമുക്കൊരു റെഡ് കൊടുക്കാം. എന്നിട്ട് ഇതിന് നടുവിൽ ഞാനൊരു ടെക്സ്റ്റ് ഇടുന്നു, ഹോം എന്ന് പറഞ്ഞിട്ട്. അതിന് നമുക്കൊരു വൈറ്റ് കളർ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഫോണ്ട് കുറച്ച് വലുതാക്കാം. എന്നിട്ട് ഈ സാധനം നമുക്ക് വെർട്ടിക്കലി ഹൊറിസോണ്ടലി സെൻറ്റർ ആക്കാം. വെർട്ടിക്കലി ഹൊറിസോണ്ടലി സെൻറ്ററായി. ഇനിയിപ്പോൾ ഈ സാധനം തന്നെ എനിക്ക് ഒന്നുകൂടി ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ലെയറിൽ വന്നിട്ട് ഈ ഹോം പേജിൻ്റെ ഈ ഹോം പേജിൻ്റെ ഉള്ളിലുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ ബാക്കിലേക്ക് പോവാം. ഈ സ്ക്രീൻ 1 കോപ്പി ചെയ്തിട്ട് Ctrl+C അമർത്തി Ctrl+V അമർത്തിയാൽ അതിൻ്റെ സെയിം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ഈ ഹോമിൻ്റെ അവിടെ ഉള്ളത് മാറ്റിയിട്ട് അബോട്ട് ആക്കാം. എന്നിട്ട് ഈ കളർ മാറ്റിയിട്ട് നമുക്കൊരു ബ്ലാക്ക് കളർ കൊടുക്കാം. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ പ്രോട്ടോടൈപ്പിൽ പോയിട്ട് ഈ ഹോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ആരോ മാർക്ക് കിട്ടും. ഇത് നമ്മൾ എവിടെയാണോ കണക്ട് ചെയ്യണത് അതിലേക്കായിരിക്കും അടുത്ത സ്ക്രീൻ പോകുക. അപ്പോൾ ഇത് ആനിമേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യണതാണ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറേ ഓപ്ഷൻ കിട്ടും. ടാപ്പ് ചെയ്യുമ്പോഴാണോ വേണ്ടത്, ഡ്രാഗ് ചെയ്യുമ്പോഴാണോ, അത് ടൈമിംഗ് വെച്ചിട്ടാണോ, വോയിസ് വെച്ചിട്ടാണെന്നൊക്കെ. നമുക്കിപ്പോൾ ടാപ്പ് ചെയ്യുമ്പോഴാണ് വേണ്ടത്. അപ്പോൾ ട്രാൻസിഷൻ പലതും ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ ഇഷ്ടമുള്ള ആനിമേഷൻ ടൈപ്പ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഓട്ടോ ആനിമേറ്റ് ആണ് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് സ്ക്രീൻ 1 സ്ക്രീൻ 2ലേക്ക്, അതായത് നമ്മൾ ഈ സ്ക്രീൻ 1 സ്ക്രീൻ 1.1ലേക്കാണ് പോകുന്നത്. പിന്നെ ഇതിൽ സാധാരണ ആനിമേഷൻ്റെ ഈസ് ഇൻ ഈസ് ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പലതും ഉണ്ട്, ബൗൺസ് ഉണ്ട്. നമുക്കിതിൽ തൽക്കാലം ഈസ് ഔട്ട് കൊടുക്കാം. ഡ്യൂറേഷൻ, എത്ര സെക്കൻഡാണ് ഈ ആനിമേഷൻ ഉണ്ടാവണതും നമുക്കിതിൽ ഫീഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം നിങ്ങളിപ്പോൾ പിന്നെയും പ്ലേ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിൻഡോ ഓപ്പൺ ആവും. ഇനിയിപ്പോൾ നിങ്ങളിത് സൂം ചെയ്തതിന് ശേഷം ഈ ഹോം എന്നുള്ളത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ അബോട്ട് വരുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇനി സ്ലൈഡ് ആനിമേഷനൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ബോക്സ് ഇങ്ങനെയാണ്. ഈ ബോക്സിന് ഇനി നമ്മൾ പിക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ വലുതാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു സ്ലൈഡ് ആനിമേഷൻ വരുന്നത് കാണാൻ പറ്റും. എന്നിട്ട് ഇത് പ്രോട്ടോടൈപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് കണക്ട് ചെയ്യുക. എന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ അമർത്തി കഴിഞ്ഞതിന് ശേഷം ഈ വിൻഡോ സൂം ഇൻ ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് വലുതാവുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ പ്രോട്ടോടൈപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതിൽ കൂടെ. എന്നിട്ട് പിന്നെ അടുത്ത സ്ലൈഡിലേക്ക് പോകുമ്പോൾ വേറൊരു സ്ക്രീൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ബോക്സ് തന്നെ നമുക്ക് ചെറുതാക്കാം. എന്നിട്ട് ചെറുതാക്കിയതിന് ശേഷം നമുക്കിത് കുറച്ച് റൈറ്റിലേക്ക് കൊണ്ടുവരാം ഇങ്ങനെ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പ്രോട്ടോടൈപ്പിൽ പോയിട്ട് ഇത് കണക്ട് ചെയ്യാം. ഇത് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ടൈമിംഗ് ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കാം. ഫോർ എക്സാമ്പിൾ 0.6 സെക്കൻഡ്സ് കൊടുക്കാം. നമുക്കിതിനും 0.6 സെക്കൻഡ്സ് കൊടുക്കാം. ഇനി നമ്മളിവിടെ പോയിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്മൂത്ത് ട്രാൻസിഷൻ ആയിരിക്കും കിട്ടുന്നത്.
അപ്പോൾ അതിനായത് സൂം ഇൻ ചെയ്യാനായിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. പിന്നെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ട് അങ്ങോട്ടും പോകും. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ ആനിമേഷനും കാര്യങ്ങളും അഡോബ് എക്സലിൽ ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വെബ് ഡിസൈനിങ്ങിനും CV ഉണ്ടാക്കാനും പിന്നെ മൊബൈൽ ഡിസൈൻ ഉണ്ടാക്കാനും ഒക്കെ ബെസ്റ്റ് ഇപ്പോൾ അഡോബ് എക്സ് യൂസ് ചെയ്യലാണ്. കാരണം നിങ്ങൾ ഫോട്ടോഷോപ്പിൽ ഇലിസ്ട്രേറ്ററൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അരമണിക്കൂറിനുള്ളിൽ ചെയ്യുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ 10 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ അത് നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ തന്നെ പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മളിതിൽ കവർ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മെയിൻ ഫീച്ചറാണ്. അപ്പോൾ ഇതുവരെ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു ബെല്ലൈക്കൺ കിട്ടും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പാനലിൽ അലേർട്ട് അടിക്കുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.